Hi friends, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എററിനെ പറ്റിയാണ് മനസ്സിലാക്കിയത്. അതിന്റെ കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോ ലെസണിൽ പഠിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എറേഴ്സ്. മെഷർമെന്റ് നടക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന മെഷേർഡ് വാല്യൂ ട്രൂ വാല്യൂയുമായിട്ടുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? എറർ എന്ന് പറഞ്ഞത്. ഇത് പലതരത്തിൽ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ സംഭവിക്കാം. സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ എറേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പ്രധാനമായിട്ടും എറേഴ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്നും റാൻഡം എറേഴ്സ് എന്നും. സോ എറേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് മെയിൻലി ഇൻടു ടു സിസ്റ്റമാറ്റിക് എറേഴ്സ് ആൻഡ് റാൻഡം എറേഴ്സ്. അതെന്താണ്, അതെങ്ങനെയാണ് വരുന്നതാണ് എന്നൊക്കെയുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാനുണ്ട്. സിസ്റ്റമാറ്റിക് എറേഴ്സിൽ 3 ക്ലാസിഫിക്കേഷൻ വീണ്ടും വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ്, ടെക്നിക്സ് അല്ലെങ്കിൽ പ്രൊസീജിയറിൽ വരുന്ന എറേഴ്സ്, പേഴ്സൺ വരുന്ന ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന എറേഴ്സ്. അപ്പോൾ ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? സിസ്റ്റമാറ്റിക് എററിൽ വരുന്നതാണ്. ആ പേരിൽ തന്നെ ഉണ്ട്, അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നതാണ്. അടുത്തത് റാൻഡം ആണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും അല്ല സംഭവിക്കുന്നത്, അത് റാൻഡമായിട്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവരെ റാൻഡം എറേഴ്സ് എന്ന് തന്നെ അറിയപ്പെടുന്നത്. സോ ടെമ്പറേച്ചറിൽ, വോൾട്ടേജിൽ, ഫോഴ്സിൽ, പ്രഷറിൽ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാവരും വരുന്നുണ്ട്. അവരിലുള്ള വേരിയേഷൻസ് റാൻഡമാണ്. വെതർ വേരിയേഷൻസ് റാൻഡമാണ്, വോൾട്ടേജ് വേരിയേഷൻസ് റാൻഡമാണ്. സോ ഇവരിൽ നിന്നൊക്കെ വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ റാൻഡം എറേഴ്സിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ അപ്പോൾ എറർ എന്താണെന്ന് നമുക്കറിയാം. എറർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ ആൻഡ് ദി മെഷേർഡ് വാല്യൂ. ഈ എറേഴ്സ് 2 തരത്തിൽ സംഭവിക്കുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എറേഴ്സ് ഉണ്ട്, റാൻഡം എറേഴ്സ് ഉണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എറേഴ്സിനകത്ത് വരുന്നത് ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് വരാം. നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ട് വരാം. ഇൻസ്ട്രുമെൻ്റിൻ്റെ പ്രശ്നം മീൻസ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്ന കാലിബ്രേഷനിലോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ കൊണ്ട് വരാം. മറ്റൊന്നെന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കാതെ ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കാം? പ്രൊസീജിയറൽ അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നിക്കൽ എറേഴ്സ് സംഭവിക്കാം. മറ്റൊന്ന് പേഴ്സണൽ ആണ്. പേഴ്സണൽ എറേഴ്സ് ആണ് വരുന്നത്. അത് ആ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്. സോ ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാമല്ലോ. ഫസ്റ്റ് വൺ, സിസ്റ്റമാറ്റിക് എറേഴ്സ്. The systematic errors are those errors that tend to be in one direction. Very important ആണ് സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തേക്ക് മാത്രമായിരിക്കും കൂടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇൻ വൺ ഡയറക്ഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സപ്പോസ് ഒരു സ്കെയില്, ആ സ്കെയിലിൻ്റെ അകത്തെ രണ്ടാമത്തെ സെൻറ്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്തത് കുറച്ചൊന്ന് മാറിപ്പോയി. മാർക്ക് ചെയ്യുന്ന സമയത്ത് സംഭവിച്ചതാണ്. പിന്നെ ആ സ്കെയിൽ വെച്ച് നിങ്ങൾ ഏത് മെഷർമെൻ്റ് എടുത്തു കഴിഞ്ഞാലും ആ 2 സെൻറ്റിമീറ്റർ എന്നുള്ളത് കൂടിയല്ലേ വരത്തുള്ളൂ. ഉറപ്പല്ലേ? യെസ്. ആ രീതിയിൽ സംഭവിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുന്നത്. അത് ഒരു ഡയറക്ഷനിലേക്കായിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ എല്ലാ സമയത്തും പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും എറർ സംഭവിക്കുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ എല്ലാ സമയത്തും നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കും എറർ സംഭവിക്കുന്നത്. സോ അതാണ് സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ സിസ്റ്റമാറ്റിക് എററിൽ ആദ്യം സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ട് വരാം. ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് നോക്കിയാലോ നമുക്ക്. ഫ്രം ദ എറേഴ്സ് ഡ്യൂ ടു ഇംപെർഫെക്റ്റ് ഡിസൈൻ ഓർ കാലിബ്രേഷൻ ഓഫ് ദി മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഒന്നെങ്കിൽ ഡിസൈനിൽ പ്രശ്നം വരാം, അല്ലെങ്കിൽ അത് നമുക്കറിയാം ഈ സ്കെയിലും അല്ലെങ്കിൽ അതുപോലെയുള്ള മെഷറിംഗ് ഡിവൈസുകളെല്ലാം ഏതെങ്കിലുമൊക്കെ ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതായിരിക്കും. 100-1 1000-1 ഒക്കെ എന്തുണ്ടാകാം? ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാകാം. ആ മിസ്റ്റേക്ക് വെച്ച് വരുന്ന കാര്യമായിരിക്കും നമ്മുടെ കൈ കിട്ടുന്നത്. ചിലപ്പോൾ അത് വെച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഈ എറേഴ്സ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയാതെ എറർ എന്നുള്ളത് ഇല്ല. ക്ലിയർ? സീറോ എറർ ഇൻ ദി ഇൻസ്ട്രുമെൻ്റ് എക്സെട്ര. ബട്ട് ഈ സീറോ എറർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു മെഷർമെൻറ്റും എടുക്കാതിരിക്കുന്ന സമയത്ത്, സപ്പോസ് ഒരു ബെറ്റർ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കടയിലൊക്കെ ഉപയോഗിക്കുന്ന വെയിങ് മെഷീൻ ഉണ്ടല്ലോ, അത് നോർമൽ കണ്ടീഷനിൽ എത്ര കാണിക്കണം? 0 കാണിക്കണം. ഓക്കെ, 0 കാണിക്കണം. പക്ഷേ ഈ പറയുന്ന കാലിബ്രേഷനിലോ അല്ലെങ്കിൽ ഈ പറയുന്ന 0 എറർ ഉള്ളതാണെങ്കിൽ അത് 0 കാണിക്കില്ല.
പകരം ഒരു വാല്യൂ കാണിക്കും. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ കൂടി അത് വാല്യൂ കാണിക്കും. അത് ആ മെഷീൻ ഉണ്ടാക്കിയതിലുള്ള ഡിഫക്റ്റാണ്. സോ അതാണ് സീറോ എറർ എന്ന് പറയുന്നത്. സോ അതെന്ത് ചെയ്യും? അത് പിന്നെ വേ ചെയ്യുമ്പോഴെല്ലാം കാണിക്കും. സപ്പോസ് സീറോ കാണിക്കേണ്ട സ്ഥലത്ത് അത് ആദ്യം തന്നെ ഒരു 0.05 കാണിക്കുകയാണ്, ഗ്രാം കാണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ 0.05 ഗ്രാം ഇല്ല അവിടെ, വെറും 0 ആണ് അവിടെ കാണിക്കേണ്ടത്. പക്ഷേ 0.05 ഓൾറെഡി അവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു 100 ഗ്രാം എന്ത് മേടിച്ചു എന്ന് വിചാരിക്കുക, ഷുഗർ മേടിച്ചു എന്ന് വിചാരിക്കുക. ഇതിനകത്താണ് വെച്ച് വേ ചെയ്യുന്നത്. നിങ്ങൾക്ക് 100 ഗ്രാം ഷുഗർ കിട്ടുമോ? ഇല്ല. എന്താ കിട്ടാത്തത്? കാരണം ആദ്യം തന്നെ 0.05 അവിടെ ഉണ്ട്. ബാക്കി എത്രയേ കിട്ടത്തുള്ളൂ? 99.95 ആയിരിക്കും അല്ലേ? അപ്പം അത്രയും നമുക്ക് എന്ത് സംഭവിച്ചു? എറർ സംഭവിച്ചു. അതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ ഇൻസ്ട്രുമെൻ്റൽ എറർ ഇൻ ദി സിസ്റ്റമാറ്റിക് എറർ കാറ്റഗറി. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ സംഭവിക്കുന്നത്, പോസിറ്റീവ് ഡയറക്ഷൻ സംഭവിക്കുന്നു പറഞ്ഞാൽ ഇതിങ്ങനെ എപ്പോഴെല്ലാം നമ്മൾ മേടിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലെങ്കിലും മാർക്ക് വരുമോ? -0.5 ആയിട്ട് വരുമോ? ഇല്ല. സപ്പോസ് ഇവിടെ മെഷർ ചെയ്തിരിക്കുന്നത് -0.05 ഗ്രാം ആണെങ്കിലോ, ഇത് മൈനസ് ഡയറക്ഷനിലാണ്. എല്ലാ സമയത്തും ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? അതായത് കടക്കാരന് നഷ്ടം നമുക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. ക്ലിയർ? അപ്പോൾ ഇത് നെഗറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ ഓൾവേസ് നെഗറ്റീവ് ഡയറക്ഷനിൽ അതിങ്ങനെ എറർ തിരുത്തുന്നിടം വരെയും നടന്നുകൊണ്ടേയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്. അതാണ് സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. ഒന്ന് ഇൻസ്ട്രുമെൻ്റൽ കാരണം കൊണ്ട് സംഭവിക്കാം. വേറൊരു എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നു, നോക്കിക്കേ. എക്സാമ്പിൾ, എ പ്ലാസ്റ്റിക് ടേപ്പ് മെഷർ ബിക്കംസ് സ്ലൈറ്റ്ലി സ്ട്രെച്ച്ഡ് ഓവർ ദി ഇയേഴ്സ്. നമ്മൾ പ്ലാസ്റ്റിക് ടേപ്പാണ് ഉപയോഗിക്കുന്നത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ വർഷങ്ങളോളം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഈ പ്ലാസ്റ്റിക് അല്ലേ മെറ്റീരിയൽ, ഇത് വലിഞ്ഞു പോകും. ഈ വലിഞ്ഞു പോയ ഇതേ സാധനം വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും മെഷർ ചെയ്യുന്നത്. വാല്യൂസ് എല്ലാം എന്ത് തന്നെ ആയിരിക്കും? എറർ വാല്യൂസ് ആയിരിക്കും. ക്ലിയർ? റിസൾട്ടിങ് ഇൻ മെഷർമെൻറ്റ് ദാറ്റ് ആർ സ്ലൈറ്റ്ലി ടു ഹൈ. കാരണം വലിഞ്ഞു നിൽക്കുന്ന സമയത്ത് എടുക്കുന്ന മെഷർമെൻറ്റ് എപ്പോഴും ഹൈ ആയിരിക്കും, വിച്ച് ഈസ് entirely different from the true value. Clear? An incorrectly calibrated or tiered instrument like a scale that does not read 0 when nothing is on it. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 0 കാണിക്കേണ്ട സമയത്ത് 0 കാണിക്കില്ല, പകരം വേറെ വാല്യൂസ് വരും, അതും എറർ തന്നെയാണ്. ഓക്കെ, ഇത് ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് സംഭവിക്കുന്നു. രണ്ടാമത് എന്തായിരുന്നു? പ്രൊസീജിയർ അല്ലെങ്കിൽ ടെക്നിക്കിലുള്ള എററാണ്. പ്രൊസീജിയർ എററിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ എന്ന് പറയുന്നത് L² ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? സോ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇതാണ് പ്രൊസീജിയർ. പക്ഷേ ഒരാൾ എഴുതിയ സമയത്ത്, പ്രൊസീജിയറിനകത്ത് നിങ്ങൾക്ക് എഴുതി പോയ സമയത്ത് L+B എന്ന ഏരിയയൊക്കെ എഴുതി വെച്ചു. ആ ഇൻറ്റു എന്ന് പറയുന്നത് എന്തായി മാറിപ്പോയി? പ്ലസ് ആയി മാറിപ്പോയി. സോ പിന്നീട് അങ്ങോട്ട് ചെയ്യുന്നത് എല്ലാം എന്ത് തന്നെയായിരിക്കും? L+B ആയിരിക്കത്തില്ലേ? കംപ്ലീറ്റ് തെറ്റിപ്പോയില്ലേ? യെസ്. പക്ഷേ ഇത് നമ്മൾ ഏരിയയുടെ കേസിൽ പെട്ടെന്ന് മനസ്സിലാവും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനകത്ത് ഒരു സൈൻ മാറിപ്പോയാലോ, പ്രൊസീജിയറിനകത്ത് മാറ്റം വന്നാലോ, അല്ലെങ്കിൽ ടെക്നിക്കിനകത്ത് മാറ്റം വരുത്തിയാലോ, അവിടെ എല്ലാം എന്ത് സംഭവിക്കും? ഈ പറയുന്ന എറേഴ്സ് സംഭവിക്കും. സോ അതാണ് ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊസീജിയറൽ എറർ എന്ന് പറയുന്നത്. അത് ഒരേ ഡയറക്ഷനിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ പ്ലസ് എന്ന് പറയുന്നത് ആ കിടക്കുന്നത് അത് അതേ ഡയറക്ഷനിൽ എററായിട്ട് ആഡ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക്ക് ഓർ പ്രൊസീജിയർ. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉപയോഗിക്കുമ്പോഴോ നമുക്ക് എന്ത് സംഭവിക്കാം? ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എറർ സംഭവിക്കാം. ക്ലിയർ? ടു ഡിറ്റർമിൻ ദ ടെമ്പറേച്ചർ ഓഫ് എ ഹ്യൂമൻ ബോഡി. എക്സാമ്പിൾ ആയിട്ട് നോക്കിക്കേ. ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം തെർമോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഈ തെർമോമീറ്റർ എടുത്തതിന് ശേഷം നമ്മൾ കൈയുടെ അടിയിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ, ആംസിൻ്റെ അണ്ടറിൽ വെച്ച് കഴിഞ്ഞാൽ തെർമോമീറ്റർ ടെമ്പറേച്ചർ റീഡ് ചെയ്യും, പക്ഷേ വിച്ച് ഈസ് വെരി മച്ച് ലെസ് ദാൻ ആക്ച്വൽ ടെമ്പറേച്ചർ. ഓക്കെ. സോ ഒറിജിനൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാക്കിനടിയിലായിട്ട് തെർമോമീറ്റർ എന്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കൈയുടെ അടിയിലായിട്ട് വെച്ചൊക്കെ നോക്കും, പക്ഷെ ആ ടെമ്പറേച്ചർ എന്താണ്? തെറ്റാണ്. അവിടെ എന്താണ്? പ്രൊസീജിയറിലാണ് എറർ വന്നേക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് മറ്റൊന്നായിരുന്നു, അത് ചെയ്തില്ല, വേറൊന്നും ചെയ്തു, എറർ സംഭവിക്കും. എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അതേ രീതിയിൽ എറർ കൂടിക്കൊണ്ടേയിരിക്കും.
സോ ദിസ് ഈസ് ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെന്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ. മറ്റൊന്ന് പേഴ്സണൽ എറർ ആണ്. പേഴ്സണൽ എറർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ റീഡിങ് എടുക്കുന്ന ആളിന് എന്തെങ്കിലും കാഴ്ചയ്ക്ക് തകരാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് ഉണ്ടായിരിക്കും. സോ ബയാസ്ഡ് ആയിരിക്കും. സോ ബയാസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എടുക്കുന്ന റീഡിങ്സിലും ആ ഒരു കാര്യം പ്രതിഫലിക്കും. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, ഒരേ ഡയറക്ഷനിൽ. കാരണം ആ ഇംപെർഫെക്ഷൻ അദ്ദേഹത്തിൻ്റെതാണ്, അദ്ദേഹം അതിലൂടെ നോക്കുമ്പോൾ കാണുന്ന വാല്യൂ ആണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ചില റീഡിങ്സ് വോൾട്ട് മീറ്ററിൻ്റെ അല്ലെങ്കിൽ അമ്മീറ്ററിൻ്റെ ഒക്കെ റീഡിങ്സ് നമ്മൾ എടുക്കുന്ന സമയം കൃത്യമായി നിവർന്ന് നിന്ന് നോക്കണം. നിവർന്ന് നിന്ന് നേരെ നിന്ന് നോക്കിയെങ്കിൽ മാത്രമേ കറക്റ്റ് റീഡിങ് കിട്ടത്തുള്ളൂ. പകരം സൈഡിൽ നിന്നൊക്കെ നോക്കി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന മറ്റൊരു റീഡിങ് ആയിരിക്കും. ഓക്കെ, സോ അത് പേഴ്സണൽ എററിൻ്റെ കൂട്ടത്തിൽ വരും. ഇവിടെ പറയുന്നത് പേഴ്സണൽ എററിൻ്റെ ഡ്യൂ ടു ആൻ ഇൻഡിവിജ്വൽസ് ബയാസ്, ലാക്ക് ഓഫ് പ്രോപ്പർ സെറ്റിംഗ് ഓഫ് ദി അപ്പാരറ്റസ് ഓർ ഇൻഡിവിജ്വൽസ് കെയർലെസ് ഇൻ ടേക്കിംഗ് ഒബ്സർവേഷൻസ് വിത്തൗട്ട് ഒബ്സർവിങ് പ്രോപ്പർ പ്രിക്കോഷൻസ്. ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കും, അദ്ദേഹത്തിൻ്റെ ബയാസ് ആയതുകൊണ്ടായത് സംഭവിക്കാം. അതായത് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാഴ്ചയ്ക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തകരാറുണ്ടായിരിക്കും. അത് ഈ പറയുന്ന എററിനകത്ത് വരും. മറ്റൊന്നെന്ന് പറയുന്ന കെയർലെസ്നെസ്സും ഉണ്ട് സംഭവിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറി നിന്ന് എന്ത് ചെയ്യാം, റീഡിങ് എടുക്കുമ്പോൾ റീഡിങ് മാറിപ്പോകാറുണ്ട്. സോ ഇതെല്ലാം ഏതിനകത്ത് വരും, പേഴ്സണൽ എറേഴ്സിനകത്ത് വരും. സോ 3 കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് എറേഴ്സിൻ്റെ ക്ലിയർ അല്ലേ? ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, ഓവർകം ചെയ്യാനുള്ള കറക്റ്റീവ് മെത്തേഡും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഉറപ്പായിട്ടും കെയർഫുൾ ആയിട്ട് വേണം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് വൺ, സിസ്റ്റമാറ്റിക് എറേഴ്സ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ഇംപ്രൂവിങ് എക്സ്പെരിമെൻ്റൽ ടെക്നിക്സ്. നല്ല ബെറ്റർ ആയിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏറ്റവും പക്കായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എറർ സംഭവിക്കാനുള്ള ചാൻസസ് കുറവാണ്. മറ്റൊന്ന് സെലക്ടിങ് ബെറ്റർ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ പറഞ്ഞതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് റിമൂവിങ് പേഴ്സണൽ ബയാസ് ആസ് ഫാർ ആസ് പോസിബിൾ. ഈ പറയുന്ന റീഡിങ്സ് എടുക്കുന്ന സമയത്ത് പേഴ്സണൽ ബയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തിയിട്ട് അങ്ങനെ ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് റീഡിങ് എടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, പക്കായിട്ടുള്ള റീഡിങ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഗ്ലാസ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ച് തന്നെ റീഡിങ് എടുക്കുക. ഗ്ലാസ് ഉപയോഗിക്കാതെ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ തെറ്റുപറ്റും. യെസ്, അപ്പം പേഴ്സണൽ ബയാസ് ആസ് ഫാർ ആസ് പോസിബിൾ അവോയ്ഡ് ചെയ്യുക. ഫോർ എ ഗിവൺ സെറ്റപ്പ് ദീസ് എറേഴ്സ് മേ ബി എസ്റ്റിമേറ്റഡ് ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ്. ഇനി ഇങ്ങനെയൊക്കെ വരാം എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഈ എററിനെ അവസാനം നമുക്ക് നള്ളിഫൈ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ അതായത് ഇത്രയാണ് എറർ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന വാല്യൂവിനോടൊപ്പം ഈ എറർ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ട്രൂ വാല്യൂ ആയി. സോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റമാറ്റിക് എറേഴ്സിനെ ഒഴിവാക്കാനായിട്ട് പറ്റും. സോ സിസ്റ്റമാറ്റിക് എറേഴ്സ് ക്ലിയർ അല്ലേ? ഇനി നമുക്കുള്ളത് റാൻഡം എറേഴ്സ് ആണ്. റാൻഡം പേര് പോലെ തന്നെ റാൻഡം ആണ്. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എവിടെ നിന്ന് എങ്ങോട്ട് വേണേലും വരാം. ഒരു സമയം പ്ലസ് ആയിരിക്കാം, മറ്റൊരു സമയം മൈനസ് ആയിരിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റൽ ഉപയോഗിച്ചുള്ള ഉപകരണങ്ങളാണെങ്കിൽ മെറ്റൽസ് ഹീറ്റഡ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടിയ ദിവസങ്ങളിൽ മെറ്റൽസ് എക്സ്പാൻഡ് ചെയ്യും. പക്ഷേ ടെമ്പറേച്ചർ കുറയുമ്പോൾ സമയത്ത് മെറ്റൽസ് പഴയ രീതിയിലേക്ക് വരും. ഈ എക്സ്പാൻഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത് റീഡിങ്ങിനെ ബാധിക്കും. പക്ഷെ അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ചില സമയങ്ങളിൽ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ കൂടുതലായിരിക്കും, കുറവാണെങ്കിൽ കുറഞ്ഞു നിൽക്കും. സോ ബോത്ത് ഡയറക്ഷൻസിൽ എന്ത് വരുന്നുണ്ട്, എറേഴ്സ് വരുന്നുണ്ട്. ദ റാൻഡം എറേഴ്സ് ആർ ദോസ് എറേഴ്സ് വിച്ച് ഒക്കർ ഇറഗുലർലി ആൻഡ് ഹെൻസ് ആർ റാൻഡം വിത്ത് റെസ്പെക്ട് ടു സൈൻ ആൻഡ് സൈസ്. അവർ ഇറഗുലർ ആണ്, എപ്പോൾ എങ്ങനെ വരുമെന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇറഗുലർ ആണ്. ക്ലിയർ? This can arise due to random and unpredictable fluctuations in experimental condition. Example, unpredictable conditions in voltage fluctuations, temperature, then mechanical vibrations. ഇതെല്ലാം എന്തിനു സംഭവിക്കാം, ഒരു റീഡിങ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റിൽ വരാം. അപ്പോഴെല്ലാം എറേഴ്സ് സംഭവിക്കാം. അത് ഏതിൻ്റെ കൂട്ടത്തിലാണ് വരുന്നത്, റാൻഡം എറേഴ്സിൻ്റെ കൂട്ടത്തിലാണ്. സോ എറേഴ്സിന് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് മനസ്സിലായല്ലോ, സിസ്റ്റമാറ്റിക് എറേഴ്സും റാൻഡം എറേഴ്സും. എങ്ങനെയാണ് വരുന്നതെന്ന് ക്ലിയർ ആണല്ലോ. ദെൻ ഇവിടെ ഈ റാൻഡം എറേഴ്സിൻ്റെ കൂട്ടത്തിലും പേഴ്സണൽ എറേഴ്സ് വരാറുണ്ട് കേട്ടോ. അൺബയാസ്ഡ് ആയിട്ടുള്ള എറേഴ്സും. നേരത്തെ കേസിൽ ബയാസ്ഡ് ആയിരുന്നു, അതായത് എപ്പോഴും ആ ഡയറക്ഷനിൽ തന്നെയായിരുന്നു സംഭവിച്ചത്. ഇവിടെ അൺബയാസ്ഡ് ആണ്, ഏത് സമയത്ത് എന്ത് വേണേലും ഒരു പേഴ്സണൽ എററിൽ സംഭവിക്കാം. സോ അതും റാൻഡം എററിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ബൈ ദി ഒബ്സർവർ ടേക്കിംഗ് റീഡിങ്സ് എക്സെട്ര. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ എന്ത് കണ്ടു, എറേഴ്സ് കണ്ടു. ഇനി ഒരു എററും കൂടെ നമുക്ക് നോക്കാനുള്ളത് ലീസ്റ്റ് കൗണ്ട് എററാണ്. അതിന് ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ലീസ്റ്റ് കൗണ്ട്? യെസ്,
ഒരു ഇൻസ്ട്രുമെന്റിന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂവിനെയാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷർഡ് ബൈ ദി മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഈസ് കോൾഡ് ലീസ്റ്റ് കൗണ്ട്. അല്ലെ, ഒരു സാധാരണ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ സ്കെയിലിനാണെങ്കിൽ 0.1 സെന്റിമീറ്റർ ആണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങളിവിടെ കാണാനായിട്ട് പറ്റും. ദ റൂളർ വിത്ത് ലീസ്റ്റ് കൗണ്ട് 1 സെന്റിമീറ്റർ. ഇതിന് ഏറ്റവും വേറെ ഡിവിഷൻസ് ഒന്നുമില്ല. അതിന് ഏറ്റവും ചെറിയ മെഷർമെന്റ് എടുക്കാൻ പറ്റുന്നത് എത്രയാണ്? 1 സെന്റിമീറ്റർ. സോ അതിന്റെ ലീസ്റ്റ് കൗണ്ട് 1 സെന്റിമീറ്റർ ആണ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 0.1 സെന്റിമീറ്റർ. നമ്മുടെ റൂളറാണിത്. സോ രണ്ടിൻ്റെയും ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് മനസ്സിലായോ? ഒരു ഇൻസ്ട്രുമെന്റിന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് ആ ഇൻസ്ട്രുമെന്റിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റ്സ് മാറുമ്പോൾ ലീസ്റ്റ് കൗണ്ട് മാറും. ഈ ലീസ്റ്റ് കൗണ്ടിൽ വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എറേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾ ദ റീഡിങ്സ് ഓർ മെഷേർഡ് വാല്യൂസ് ആർ ഗുഡ് ഓൺലി അപ് ടു ദിസ് വാല്യൂ. നമ്മൾ എടുക്കുന്ന വാല്യൂ അല്ലെങ്കിൽ റീഡിംഗ് എന്ന് പറയുന്നത് ഈ ലീസ്റ്റ് കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഈ ലീസ്റ്റ് കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. ക്ലിയർ? സോ അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറയുന്നത് ലീസ്റ്റ് കൗണ്ടിൽ ഉണ്ടാകുന്ന എററാണ്. വെർനിയർ കാലിപ്പേഴ്സും സ്ഫിയറോമീറ്ററും നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം. വെർനിയർ കാലിപ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്? 10⁻⁻4 ആയിരുന്നു. സ്ഫിയറോമീറ്ററിൻ്റെത് 10⁻⁻5 മീറ്റർ ആയിരുന്നു. The least count error is the error associated with the resolution of the instrument. എന്താണ് റെസൊല്യൂഷൻ? റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the smallest measurement that can be taken by an instrument. അല്ലേ റെസൊല്യൂഷൻ? അത് തന്നെയാണ് ലീസ്റ്റ് കൗണ്ട്. സോ ഈ റെസൊല്യൂഷൻ എന്ന് പറയുന്ന the least count error is the error associated with the resolution of the instrument. And a Vernier calipers has the least count of 0.01 centimeter and spherometer may have at least 0.001 centimeter. കണ്ടോ? സോ ലീസ്റ്റ് കൗണ്ട് നോക്കിക്കേ, 0.01 സെന്റിമീറ്റർ, ഹിയർ 0.001 സെന്റിമീറ്റർ. ഇവിടെ റെസൊല്യൂഷൻ കൂടുതൽ ആർക്കാ? സ്ഫിയറോമീറ്ററിനാണ്. ഡെസിമൽ കഴിഞ്ഞ് 3 ഡിജിറ്റ്സ് അതിന് എന്ത് ചെയ്യുന്നുണ്ട്? റീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വെർനിയർ ആണെങ്കിലോ 2 ഡിജിറ്റ് ആണ് റീഡ് ചെയ്യുന്നത്. സോ വെർനിയറിനെ അപേക്ഷിച്ച് ആർക്ക് കൂടുതലാണ്? ലീസ്റ്റ് കൗണ്ട് ആർക്ക് കൂടുതലാണ്? സ്ഫിയറോമീറ്ററിന് കൂടുതലാണ്. ലീസ്റ്റ് കൗണ്ട് എറർ ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് റാൻഡം എറേഴ്സ് ബട്ട് വിത്തിൻ എ ലിമിറ്റഡ് സൈസ്. സോ ലീസ്റ്റ് കൗണ്ട് എറേഴ്സ് ആരുടെ കൂട്ടത്തിലാണ് വരുന്നത്? റാൻഡം എറേഴ്സിന്റെ കൂട്ടത്തിലാണ് വരുന്നത്. അവർ ഏത് ഡയറക്ഷനിലും ഏത് സൈസിലേക്ക് വേണമെങ്കിലും മാറാം. ക്ലിയർ അല്ലേ? ലീസ്റ്റ് കൗണ്ട് എറേഴ്സ് ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് റാൻഡം എറേഴ്സ് ബട്ട് വിത്തിൻ എ ലിമിറ്റഡ് സൈസ്. ദെൻ റിപ്പീറ്റഡ് ആണ്. യൂസിങ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഹയർ പ്രിസിഷൻ കൂടിയ റെസൊല്യൂഷൻ കൂടിയ ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ എററിനെ നള്ളിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ നേരത്തെ ഒരു ലൈൻ എടുത്ത സമയത്ത് അതിൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 3.168 സെന്റിമീറ്റർ ആണെന്ന് വെച്ചു. വെർനിയർ വെച്ച് ഉപയോഗിച്ച് നമുക്ക് 2 ഡിജിറ്റ് മാത്രമേ മെഷർ ചെയ്യാൻ പറ്റൂ. കണ്ടോ? അപ്പോൾ എറർ കൂടുതലാണ്. പക്ഷേ പ്രിസൈസ് ആയിട്ടുള്ള സ്ഫിയറോമീറ്റർ വന്നു കഴിഞ്ഞപ്പോൾ 3 ഡിജിറ്റ് നമുക്ക് പ്രിസിഷൻ കിട്ടി. ലീസ്റ്റ് കൗണ്ട് കൂടുതലാണ്. സോ പ്രിസിഷൻ കൂടുന്നതിനനുസരിച്ച് റെസൊല്യൂഷൻ കൂടുന്നതനുസരിച്ച് ലീസ്റ്റ് കൗണ്ട് എറർ കുറയും. കണ്ടോ? സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾമോസ്റ്റ് ക്ലോസ് വാല്യൂവിനോട് ഒബ്സർവ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റും. അതാണ് ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറയുന്നത്. അപ്പോൾ എറർ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. സിസ്റ്റമാറ്റിക് എറർ മനസ്സിലായി, അതുപോലെ തന്നെ റാൻഡം എറർ മനസ്സിലായി, ലീസ്റ്റ് കൗണ്ട് എറർ നമ്മൾ മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഈ എററിൻ്റെ തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലാണ് അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ ആൻഡ് പെർസെൻറ്റേജ് എറർ. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. Thank you.